റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് വിരമിച്ചു. 27 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നാണ് സുനിത പടിയിറങ്ങുന്നത്. നാസയാണ് സുനിത വിരമിച്ച വിവരം അറിയിച്ചത്. ഡിസംബറിൽ വിരമിച്ചെങ്കിലും ഇപ്പോഴാണ് നാസ സുനിതയുടെ വിരമിക്കൽ വിവരം പുറത്തറിയിച്ചത്. 3 ദൌത്യങ്ങളിലായി 608 ദിവസം ബഹിരാകാശത്ത് സുനിത ചെലവഴിച്ചു. ഒരു നാസ ബഹിരാകാശ സഞ്ചാരി ബഹിരാകാശത്ത് ചെലവഴിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ സമയമാണിത്. 60 വയസ്സായതിനു പിന്നാലെയാണ് സുനിത വിരമിച്ചത്. ഏറ്റവും കൂടുതൽ തവണ ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡും സുനിത വില്യംസ് കരസ്ഥമാക്കി. 9 തവണകളിലായി 62 മണിക്കൂറാണ് സുനിത ബഹിരാകാശ നടന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഒന്നിലധികം തവണ സഞ്ചരിച്ച് റെക്കോർഡുകൾ സൃഷ്ടിച്ച സുനിത വില്യംസ് 1983 US നോവൽ അക്കാദമിയിൽ ചേർന്നാണ് ജീവിതത്തിൽ വഴിത്തിരിവായത്. 1998 നാസയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സുനിത 2006 തന്റെ ആദ്യ ബഹിരാകാശ യാത്ര നടത്തിയത്. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് 1965 സെപ്റ്റംബർ 19 ജനിച്ചത്. 1987 സുനിത വില്യംസിന്റെ പിതാവ് ദീപക് പാണ്ഡ്യ US കുടിയേറിയത്. ലോകസമാധാനത്തിന് വേണ്ടിയെന്ന വാദവുമായി പുതിയ അന്താരാഷ്ട്ര സംഘടന രൂപീകരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബോർഡ് ഓഫ് പീസ് എന്ന പേരിലുള്ള പുതിയ സംഘടന നിലവിൽ വന്നതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. ട്രംപ് ആയിരിക്കും ബോർഡിന്റെ സ്ഥിരം മേധാവി. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ചേർന്ന ലോക എക്കണോമിക് ഫോറത്തിലാണ് ട്രംപ് പുതിയ സംഘടനയിൽ ഒപ്പുവെച്ചത്. ഗാസയിൽ സമാധാനത്തിനായി പ്രവർത്തിക്കുമെന്ന് ആവശ്യപ്പെട്ടാണ് സംഘടന രൂപം കൊണ്ടത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സംഘടനയുടെ മുഖം തിരിച്ചിരിക്കുകയാണ്. ഇന്ത്യ, ചൈന, റഷ്യ, ഫ്രാൻസ്, UK തുടങ്ങിയ അമേരിക്ക ഒഴികെ ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗവും G7 ഒരംഗവും ഇതിൽ അംഗത്വമെടുത്തിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ഇന്ത്യ അടക്കം 60 രാജ്യങ്ങളെ സംഘടനയുടെ ഭാഗമാകാൻ വേണ്ടി ട്രംപ് ക്ഷണിച്ചിരുന്നു. എന്നാൽ 19 രാജ്യങ്ങൾ മാത്രമേ ബോർഡ് ഓഫ് പീസിൽ അംഗത്വമെടുത്തിട്ടുള്ളൂ. പാകിസ്ഥാൻ, UAE, ഖത്തർ, സൗദി, ഇന്തോനേഷ്യ, അർജന്റീന, തുർക്കി, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളാണ് സംഘടനയിൽ അംഗത്വമെടുത്തത്. $1 ബില്യൺ അംഗത്വത്തിന് നൽകേണ്ടത്. സംഘടനയ്ക്കെതിരെ ഗുരുതര വിമർശനങ്ങളാണ് വരുന്നത്. നിലവിലെ രോഗക്രമത്തിന് ഈ സംഘടന ഭീഷണിയാണെന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ആശങ്ക പ്രകടിപ്പിച്ച് ഐക്യരാഷ്ട്രസഭയും രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം ഫോറത്തിൽ വെച്ച് ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചെന്ന് ട്രംപ് വീണ്ടും ആവർത്തിച്ചു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ ജപ്പാനിൽ നിന്ന് ഇന്ത്യയിലെത്തിക്കണമെന്ന ആവശ്യവുമായി അദ്ദേഹത്തിന്റെ മകൾ അനിത ബോസ് നിലവിൽ ജപ്പാനിലെ റംഗോജി ക്ഷേത്രത്തിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നുവെന്നാണ് വിവരം. ഇത് തിരികെ ഇന്ത്യയിലെത്തിക്കണമെന്ന് നേരത്തെയും കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. രാജ്യം സ്വതന്ത്രമായിട്ട് 80 വർഷം പിന്നിട്ടിട്ടും അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടം വിദേശമണ്ണിൽ തന്നെ തുടരുന്നത് ഏറെ വേദനയുണ്ടാക്കുന്നു. ഉചിതമായ അന്തിമ ചടങ്ങുകൾക്കായി ഭൗതികാവശിഷ്ടം ഇന്ത്യയിലെത്തിക്കുന്നതിനെ പിന്തുണയ്ക്കണമെന്ന് ഇന്ത്യക്കാരോട് അവർ അഭ്യർത്ഥിച്ചു. നിലവിൽ ജർമ്മനിയിലുള്ള അനിത ബോസ് പ്രസ്താവനയിൽ കൂടിയാണ് ഇക്കാര്യം അഭ്യർത്ഥിച്ചത്. 1945 ഓഗസ്റ്റിൽ ജപ്പാന്റെ കീഴടങ്ങലിന് പിന്നാലെ സുഭാഷ് ചന്ദ്രബോസ് സിംഗപ്പൂരിൽ നിന്ന് ടോക്കിയോയിലേക്ക് പോയി. തായ്പേയിൽ വെച്ച് ഓഗസ്റ്റ് 18 വിമാനാപകടമുണ്ടാകുന്നത്. ഗുരുതര പരിക്കേറ്റ അദ്ദേഹം പിന്നീട് മരിക്കുകയായിരുന്നു എന്നാണ് അനിത ബോസ് വ്യക്തമാക്കുന്നത്. തായ്പേയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യചടങ്ങുകൾ. ചിതാഭസ്മം ജപ്പാനിലേക്ക് മാറ്റിയതായും മകൾ അവകാശപ്പെട്ടു. സുഭാഷ് ചന്ദ്രബോസിന്റെ 129ാമത് ജന്മദിനത്തിലാണ് മകൾ ആവശ്യമുന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ഒഡീഷയിൽ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ക്രിസ്ത്യൻ വൈദികന് നേരെ ബജ്രംഗ് ദൾ ആക്രമണം. ഡഗ്നാൽ ജില്ലയിൽ ബിപിൻ ബിഹാരി നായികാണ് ആക്രമിക്കപ്പെട്ടത്. ജനുവരി 4 പർജാങ് ഗ്രാമത്തിൽ വീട്ടിലെ 10 ഞായറാഴ്ച പ്രാർത്ഥനയ്ക്കിടെ നടന്ന സംഭവം ഇപ്പോഴാണ് പുറലോകം അറിഞ്ഞത്. സംഭവത്തിൽ വൈദികൻ പരാതി കൊടുത്തു. വൈദികനും ഭാര്യ വന്ദനയും പ്രദേശത്തെ 7 കുടുംബങ്ങളും പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനിടെ 40ഓളം ബജ്രംഗ് ദൾ പ്രവർത്തകർ വീട് വളഞ്ഞ് അതിക്രമിച്ചു കയറി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. വന്ദനയും കുട്ടികളും രക്ഷപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയെങ്കിലും വൈദികനെ തടഞ്ഞുവെച്ച് മർദ്ദിക്കുകയും മുഖത്ത് സിന്ദൂരം പൂശുകയും ചെരുപ്പുമാല അണിയിക്കുകയും ചെയ്തു. ശേഷം സമീപത്തെ ക്ഷേത്രത്തിന് മുന്നിൽ കെട്ടിയിട്ട് ചാണകം തീറ്റിക്കുകയും ജയ് ശ്രീറാം വിളിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു. അഴുക്കുചാലിലെ വെള്ളം കുടിപ്പിച്ചെന്നും പരാതിയുണ്ട്. സംഭവത്തിന് പിന്നാലെ ഗ്രാമത്തിലെ 7 ക്രിസ്ത്യൻ കുടുംബങ്ങൾ വീട് ഉപേക്ഷിച്ചു പോയതായും പറയുന്നു. സംഭവത്തിൽ കേസെടുത്തെന്നും അതേസമയം ചാണകം തീറ്റിച്ചതിനും അഴുക്കുചാലിലെ വെള്ളം കുടിപ്പിച്ചതിന് തെളിവില്ല എന്നും ഡഗ്നാൽ SP അഭിനവ് സോൻകർ അറിയിച്ചു. കേരളത്തിന് 3 ട്രെയിനുകളിൽ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ നിന്നുള്ള പ്രതിവാര അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നിർവഹിച്ചു. വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രി പുതിയ ട്രെയിനുകൾ കേരളത്തിന് ഫ്ളാഗ് ഓഫ് ചെയ്ത് നൽകിയത്. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ അമൃത് ഭാരത് ട്രെയിനുകൾ സഹായിക്കും. തിരുവനന്തപുരം അമൃത് ഭാരത് താമ്പരം എന്ന ട്രെയിനും ചർലപ്പള്ളി തിരുവനന്തപുരം അമൃത് ഭാരത് എക്സ്പ്രസും നാഗർകോവിൽ മംഗളൂരു അമൃത് ഭാരത് എക്സ്പ്രസുമാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിന്റെ സമയക്രമങ്ങളും റെയിൽവേ പുറത്തുവിട്ടിട്ടുണ്ട്. സാബുവും ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള 2020 പാർട്ടി NDAയുടെ ഭാഗമായി മാറി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി സാബുവും ജേക്കബ് തിരുവനന്തപുരത്ത് ചേർന്ന കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഈ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായുള്ള നിർണായക രാഷ്ട്രീയ നീക്കമാണിത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2020 അടിപതറിയിരുന്നു. കുന്നത്തുനാട്ടിലും മുഴുവനൂരിലും 2020 ഭരണനഷ്ടമായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും 2020 നേരിട്ട് കനത്ത തിരിച്ചടിയാണ്. ഭരിച്ചിരുന്ന 4 പഞ്ചായത്തിൽ ഐക്കരനാടും കിഴക്കമ്പലവും മാത്രമാണ് ഇക്കുറി ഒപ്പം നിന്നത്. ഭരിച്ചിരുന്ന ഏക ബ്ലോക്ക് പഞ്ചായത്തായ വടവുകോടും 2020 ഇത്തവണ നഷ്ടപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് 2020യുടെ ഈ നിർണായകമായ തീരുമാനം.
പോർച്ചുഗൽ ഇതിഹാസകാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രതിമയ്ക്ക് തീവെച്ച് യുവാവ്. പ്രതിമയിൽ തീ പടരുമ്പോൾ റാപ്പ് മ്യൂസിക് ഇട്ട് നൃത്തം ചെയ്യുന്നതും ചിത്രത്തിൽ വ്യക്തമാണ്. സംഭവത്തിന് പിന്നാലെ പോലീസ് യുവാവിനെ അറസ്റ്റ് ചെയ്തു. റൊണാൾഡോയുടെ ജന്മനാടായ ഹഞ്ചലിലെ CR7 മ്യൂസിയത്തിന് സമീപമുള്ള വെങ്കല പ്രതിമയാണ് അക്രമി തീയിട്ട് നശിപ്പിച്ചത്. ഇത് ദൈവത്തിന്റെ അവസാന താക്കിയെന്ന അടിക്കുറിപ്പോടെയുള്ള വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ടത്. ഒരാൾ റൊണാൾഡോയുടെ പ്രതിമയ്ക്ക് മുകളിൽ ദ്രാവകമൊഴിക്കുന്നതും തുടർന്ന് തീ കൊളുത്തുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാം. ശേഷം പ്രതിമ കത്തിയിരിയുമ്പോൾ റാപ്പ് മ്യൂസിക്കിനൊപ്പം നൃത്തം ചെയ്യുന്നതും വീഡിയോയിൽ കാണാം. വീഡിയോ പെട്ടെന്ന് തന്നെ വ്യാപിക്കുകയും ലോകമെമ്പാടുള്ള റൊണാൾഡോ ആരാധകർക്കിടയിൽ സംഭവം വലിയ പ്രതിഷേധത്തിന് കാരണമാകുകയും ചെയ്തിരുന്നു. വൈറലാകാൻ വേണ്ടി ചെയ്ത ഈ പ്രവൃത്തിയിൽ വലിയ വിമർശനമാണ് ഫുട്ബോൾ പ്രേമികൾക്കിടയിൽ നിന്ന് ഉയരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നുള്ളത് പോർച്ചുഗീസ് പബ്ലിക് സെക്യൂരിറ്റി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി തിരിച്ചറിയുകയും ബുധനാഴ്ച അറസ്റ്റ് ചെയ്യുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പും സമാനമായ അതിക്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇദ്ദേഹമെന്ന് പോലീസ് വ്യക്തമാക്കി. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ് അയനാടൻ.